ഡോക്ടർ ശരണ്യ റജിൻ. അപ്പോൾ ഇന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ടിപ്സ് ആണ്. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ കൂടിയാണ്. അതായത് നമ്മുടെ എല്ലാ ആളുകൾക്കും, അതായത് ലേഡീസ് ആയാലും ജെൻസ് ആയാലും, ഏറ്റവും കൂടുതൽ അവരുടെ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറാണ്. അതായത് ഹെയർ സെറ്റായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ് ഇന്ന് പറയുന്നത്. നിങ്ങളുടെ ഹെയർ ഭയങ്കര തിന്നായി നിൽക്കുന്ന ഹെയർ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, കട്ടി തോന്നാത്ത ഹെയർ ഉള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഭയങ്കര ഫ്രിസിയായി നിൽക്കുന്ന ഹെയർ, എത്ര കോംബ് ചെയ്താലും ഒരു വൃത്തിക്ക് നിൽക്കാത്ത ഹെയർ ഉള്ള ആളുകൾക്ക്, ഇത്തരം ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഇത് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ താരനൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ താരൻ കുറയ്ക്കാനും, അതുപോലെ തന്നെ ഫ്രിസിയായി കിടക്കുന്ന ആളുകൾക്ക് ഫ്രിസിനെസ് കുറയ്ക്കാനും, സ്കാൽപ്പ് ഡ്രൈ ആയി പോകുന്ന ആളുകൾക്ക് ഡ്രൈനെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഹെയറിന് തിളക്കം കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. ഇതിന് വേണ്ടത് വെണ്ട മാത്രമാണ്, നമ്മുടെ ലേഡീസ് ഫിംഗർ എന്ന് പറയും. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഹെയറിന് നല്ലതാണ്. അത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അതിലുള്ള ജെല്ല് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തിന്നായി നിൽക്കുന്ന ഹെയറിനെ ഒന്ന് സ്റ്റൈലായിട്ട് ഒരു ഭംഗിയിൽ നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു 1 വീക്കിലേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് യൂസ് ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ച് യൂസ് ചെയ്യാമെന്ന്. അതിന് വേണ്ടത് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് 2 or 3 വെണ്ട നന്നായി ചെറിയ പീസുകളാക്കി മുറിക്കുക. അത് നമുക്ക് 2 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ചെടുക്കുക. നല്ല രീതിയിൽ തിള വരുന്നവരെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. ആ സമയത്ത് ഈ വെണ്ടയിലുള്ള ജെല്ലുകളെല്ലാം ഈ വെള്ളത്തിലേക്ക് വരികയും അത് നല്ല രീതിയിലൊന്ന് തിളച്ച് 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് തണിയാൻ വെക്കാം. നല്ലോണം തണിഞ്ഞതിന് ശേഷം ഇത് ഫിൽറ്റർ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു എയർ ടൈറ്റ് ഒരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇത് നമുക്ക് ഈ ജെല്ല് നമുക്ക് സ്കാൽപ്പിലും അതുപോലെ ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്ത് 1-2 മണിക്കൂർ നമ്മുടെ തലയിൽ വെക്കാം. ഇനി നീരിറക്കമുള്ള ആളുകളാണെങ്കിൽ മാക്സിമം ഒരു 45 മിനിറ്റ് വെക്കുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് നല്ല സ്മൂത്തായിട്ട്, നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദിവസം മുന്നേ ഹെയർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതായത് ഹെയർ എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും കോൺഫിഡൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം അതൊരു ഭംഗിയായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഇൻസ്റ്റൻ്റായി ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതും ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ്. വെണ്ട തന്നെ നന്നായി ചെറിയ പീസുകളെ മുറിച്ച് തിളപ്പിച്ചിട്ട് അത് നമുക്ക് ഒരു ബ്ലെൻഡറിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് ഒന്ന് ജസ്റ്റ് ഫിൽറ്റർ ചെയ്തെടുക്കുക. അത് നമുക്ക് അതിലേക്ക് ഏതെങ്കിലും ഒരു, അതായത് വിർജിൻ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത്. ഇനി ആൽമണ്ട് ഓയിലുള്ള ആളുകൾ അത് യൂസ് ചെയ്യുക. ഒരു ഡ്രോപ്പ് അതിലാക്കിയിട്ട് നമ്മുടെ ഹെയർ, അതായത് സ്കാൽപ്പ് മുതൽ ഹെയറിൻ്റെ ഫുൾ ലെങ്ത്തിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാക്സിമം നമുക്ക് ഇതുപോലെ തന്നെ 1-2 മണിക്കൂർ വെക്കുക. അതിനുശേഷം കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല സ്മൂത്തായി ഷൈനിങ് ആയിട്ട് തകർത്ത് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ റെമഡി നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ പറ്റുകയാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. കാരണം ഇത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഹെയറിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാനിത് ഇപ്പം ചെയ്യാത്തത്. ഞാൻ നോർമലി എൻ്റെ ഹെയർ നാച്ചുറൽ ഹെയർ ആയ സമയത്ത് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം വളരെ നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.